പൊന്നുണ്ണിക്കണ്ണൻ്റെയും ജഗദംബികയുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി നമ്മൾ 10ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലെന്താണ് വർണ്ണിക്കുന്നത് നമുക്ക് നോക്കാം. രമ്യക വർഷത്തിന്റെ വടക്ക് വശത്താണ് ഹിരണ്മയ വർഷം. അവിടെ പിതൃക്കളുടെ അധിപതിയായ അര്യമാവ് പൂർണ്ണരൂപത്തിലുള്ള ഭഗവാനെയാണ് ആരാധിക്കുന്നത്. കൂർമ്മമൂർത്തിനെ എല്ലാവരുടെയും ഉള്ളിലും പുറത്തും പ്രാണനായിരിക്കുന്നവനും അതുപോലെ തന്നെ സത്വഗുണ സമ്പൂർണനും എല്ലാ ദിക്കിലും ആധാരഭൂതനായവനും, എന്നാൽ അങ്ങയുടെ സ്ഥാനം എവിടെയാണെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ലാത്തവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. സ്വന്തം മായാശക്തി കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടവനും അനേകം ആകൃതികളോടുകൂടിയവൻ ആയ ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ഓരോ ഉദ്ദേശത്തിനു വേണ്ടി സ്വീകരിക്കപ്പെട്ടതാണല്ലോ. ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അനേകം എന്ന് പറയുമ്പോൾ പ്രസവിച്ചും മുളച്ചും മുട്ടയിട്ടും വിയർപ്പിൽ നിന്നും എന്നീ 4 വിധ ശരീരങ്ങളും അങ്ങയുടെ സ്വരൂപങ്ങൾ തന്നെയാണ്. ദേവന്മാര്, അതുപോലെ ഋഷിമാര്, പിതൃക്കള്, ഭൂതങ്ങളും ജംഗമങ്ങളും സ്വർഗം, അന്തരീക്ഷം, ഭൂമി, പർവ്വതം, നദി, ഇതൊക്കെ അവിടുത്തെ സ്വരൂപങ്ങൾ തന്നെയാണ്. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ വേറെ അല്ലാത്തതുപോലെ, ഇപ്പം സ്വർണം നമ്മൾ പറയും മാല അല്ലെങ്കിൽ കമ്മല് അല്ലെങ്കിൽ വള എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവർ പറയുന്നതല്ലാതെ അതൊരു ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ കിട്ടിയാൽ സ്വർണം, അത് മാതിരി എല്ലാം സ്വർണം തന്നെ അല്ലേ. അങ്ങനെ ഭഗവാനിൽ നിന്ന് വേറെയായിട്ട് വേറൊന്നുമില്ല എന്നാ പറയുന്നത്. ഈ വിശ്വത്തിൽ വേറൊന്നുമില്ലൊക്കെ ഭഗവാൻ തന്നെ. ജലേ വിഷ്ണു തലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്ത് എന്ന് പറഞ്ഞതുപോലെയാണ് പറയുന്നത്. കവികൾ അങ്ങയെ പല രൂപത്തിലും വാഴ്ത്തുന്നു. എന്നാൽ അവിടെ നിന്നാണെങ്കിൽ അമേയനായും വേദപ്പൊരുളായും വിലസുന്നു. അപ്രകാരം ഹിരണ്മയ വർഷത്തിൽ അര്യമാവ് കൂർമ്മരൂപത്തിലുള്ള ഭഗവാനെ സ്തുതിച്ചു വാഴ്ത്തുന്നു. ഹിരണ്മയ വർഷത്തിന്റെ വടക്ക് ഭാഗത്ത് കുരുവർഷം സ്ഥിതി ചെയ്യുകയാണ്. അവിടെയാണ് ഭഗവാൻ യജ്ഞപുരുഷൻ വരാഹരൂപേണ വിളങ്ങുന്നത്. അവിടെ ഭൂമിദേവി കുരുവർഷത്തിലെ ഭക്തന്മാരോടുകൂടി ഭക്തിയോഗം കൊണ്ട് സേവിക്കുന്നു വരാഹമൂർത്തിയെ. ഈ മന്ത്രം കൊണ്ടാണ് ഭൂമിദേവി സ്തുതിക്കുന്നത്. മന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനും യജ്ഞസ്വരൂപനും കർമ്മഫലം നൽകുന്നവനും കൃതത്രേത ദ്വാപര എന്നീ 3 യുഗങ്ങളിലും അവതരിക്കുന്നവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. അരണി കടഞ്ഞ അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന മാതിരിയാണ് വിവേകികൾ കർമ്മങ്ങളിൽ നിന്നും അവയുടെ ഫലങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് നിന്തിരുവടിയിൽ ഉറപ്പിക്കുമ്പോൾ അവിടുത്തെ വാസ്തവ രൂപം പ്രകാശിക്കുന്നത് ഭഗവാനെ എന്ന് പറയുന്നു. പഞ്ചഭൂതങ്ങളാകുന്ന ഇന്ദ്രിയം, അതുപോലെ കാലം, ദേഹം, ദേവതമാര്, അഹങ്കാരം തുടങ്ങിയ മായാഗുണങ്ങളോടുകൂടിയ പരമാർത്ഥ വസ്തുവാണ് അവിടുന്ന്. അവിടുത്തെ കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂന്ന്. അവിടുന്ന് സ്വരൂപത്തിൽ തൃപ്തനാണെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മായാശക്തികളായ സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ ഭഗവാന് നമസ്കാരം. ഹിരണ്യാക്ഷനെ യുദ്ധത്തിൽ വധിച്ച് ഭൂമി ഉദ്ധരിച്ച നിന്തിരുവടിക്ക് നമസ്കാരം. ഹരിവർഷത്തിന്റെ തെക്ക് ഭാഗത്താണ് കിംപുരുഷ വർഷം. ഈ വർഷത്തിൽ കിംപുരുഷ വർഷത്തിന്റെ അധിപതിയായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഭക്തനായ ഹനുമാൻ ആരാധിക്കുന്നു. ഓം. അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും കീർത്തിയോട് കൂടിയവനും ശ്രേഷ്ഠന്മാരുടെ ലക്ഷണങ്ങളും സ്വഭാവവുമുള്ളവനും ധർമ്മതൽപരനും ജിതേന്ദ്രനും സർവജനങ്ങളാലും ഉപാസിക്കപ്പെടുന്നവനും ബ്രാഹ്മണഭക്തനും പുരുഷോത്തമനുമായ മഹാരാജാവായ ശ്രീരാമചന്ദ്ര പ്രഭുവിന് നമസ്കാരം. വേദത്തിൽ പറഞ്ഞിട്ടുള്ള പരമാർത്ഥ സത്വസ്വരൂപിയും ശബ്ദാദി വിഷയങ്ങളോട് ബന്ധമില്ലാത്തവനും ശാന്തസ്വരൂപനും അനുഭവം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നവനും അന്തര്യാമിയും എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നവനും അർത്ഥം. നാമരൂപങ്ങൾക്ക് അതീതനും, അങ്ങേക്ക് പേരുമില്ല നാമവുമില്ല ഒന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അവിടുത്തെ മനുഷ്യാവതാരം രാക്ഷസവധം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മനുഷ്യർക്ക് മാതൃകയാവാനും കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരാവതാരമായ അങ്ങക്ക് സീതാവിരഹം മൂലം ദുഃഖമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ആത്മാരാമന്മാർക്ക് അങ്ങ് സുഹൃത്താണ് ഭഗവാനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്. ബന്ധങ്ങളിൽ ആസക്തനല്ലാത്ത ഭഗവാന് ലക്ഷ്മണനെയും സീതയെയും ത്യജിച്ചപ്പോൾ ദുഃഖമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മർത്യദേഹമെടുത്തവർക്ക് സുഖവും ദുഃഖവും
ഉണ്ടാകുമെന്ന് കാണിക്കാനാണ് പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ദുഃഖിച്ചു നടന്നത് എന്ന് പറയുന്നു. രൂപം, കുലം, ജാതി ഇതൊന്നുമല്ല അറിവുള്ളവർ സന്തോഷത്തിന് കാരണമാക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കുരങ്ങന്മാരെ സുഹൃത്തുക്കളാക്കുമായിരുന്നു ഭഗവാൻ. ഈ ലക്ഷ്മണാഗ്രജൻ ഇല്ല. ദേവനോ അസുരനോ നരനോ ആരായാലും മനുഷ്യാവതാരമെടുത്ത ശ്രീരാമസ്വാമിയെ ഭജിക്കുകയാണ് വേണ്ടത് കേട്ടോ. അയോധ്യവാസികളെ എല്ലാം ഭഗവാൻ മുക്തിയിലേക്ക് നയിച്ചു. ഇപ്രകാരം കിംപുരുഷത്തിൽ ആഞ്ജനേയ സ്വാമി മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തോത്രങ്ങളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സ്തോത്രം ഭക്തിയോടെ ജപിച്ച് ശ്രീരാമസ്വാമിയെ ഭജിച്ചാൽ സർവ പാപങ്ങളും തീർന്ന് രാമസാലോക്യം പ്രാപിക്കും എന്നുള്ളൊരു ഫലശ്രുതിയോടുകൂടി ഈ ഭാഗം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. അടുത്തതായിട്ട് ഓരോ ദേശത്തെ ആരാധനാമൂർത്തിയും സേവകന്മാരെയും പറയുന്നു. ഓരോ ദിക്കിലുള്ള ഒരു ആരാധനാമൂർത്തി, അവരെ സ്തുതിക്കുന്ന സേവകന്മാര്. വർഷത്തിന് തെക്ക് ഭാഗത്തായി ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ഈ ഭാരതം. ഇവിടെ ഭഗവാൻ നരൻ എന്നും നാരായണൻ എന്ന പേരിൽ ആത്മോപാസകന്മാരോടുള്ള അനുകമ്പ കൊണ്ട് കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുന്ന തപസ് ആരംഭിച്ചു. ഇവിടെ അങ്ങ് നാരദ മഹർഷി വർണ്ണാശ്രമികളോടുകൂടി സാഖ്യയോഗം എന്നീ മാർഗങ്ങളിൽ കൂടി ഭഗവാനെ ആരാധിക്കുന്നു. നാരദൻ ഇപ്രകാരാണ് സ്തുതിക്കുന്നത്. എങ്ങനെ? ഓം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുന്നവനും ആത്മാവല്ലാത്ത ദേഹത്തിൽ താനെന്ന ഭാവമില്ലാത്തവനും എല്ലാം ത്യജിച്ചവരുടെ ധനമായിരിക്കുന്നവനും ഋഷികളിൽ ശ്രേഷ്ഠനും ആത്മാരാമനും പരമഹംസന്മാരുടെ ഗുരുവും നരനാരായണ സ്വരൂപിയുമായ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. സൃഷ്ടിയാദി കർമ്മങ്ങളുടെ കർത്താവാണെങ്കിലും ഭഗവാൻ ഇതിൽ ബന്ധനാവുന്നില്ല. ശരീരത്തിൽ ജീവസ്വരൂപേണ വർത്തിക്കുന്നുവെങ്കിലും ശാരീരിക പീഡകൾ അങ്ങയെ ബാധിക്കുന്നുമില്ല. എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്നുവെങ്കിലും ദൃശ്യങ്ങളാൽ അവിടുത്തെ ജ്ഞാനം നശിക്കുന്നുമില്ല. അനാസക്തനും സാക്ഷിയും നിയന്താവുമായ അങ്ങയ്ക്ക് നമസ്കാരം ഭഗവാനെ. അവസാന കാലത്ത് നാരായണ സ്മൃതി ഉണ്ടാവണേ. ഭാര്യാപുത്രന്മാർ എന്നിവയിൽ ആസക്തി പുലർത്തി ശരീരത്തിന്റെ നാശം തന്റേതെന്ന് അഭിമാനിക്കുന്നവൻ എത്ര വലിയ വിദ്വാനാണെങ്കിലും അവന്റെ വിദ്വത്വം വെറും കായക്ലേശം മാത്രമാണ്. സർവശാസ്ത്ര വിശാരദനായ ദേവർഷി നാരദൻ ഇപ്രകാരം വാഴ്ത്തി സ്തുതിക്കുന്നു. നാരദൻ സ്തുതിക്കുന്നതിന്റെ തത്വം: നിത്യം സ്വതാരാത്മജ വിത്തമിത്ര ഭൃത്യാദിയിൽ സത്യ മുഴുക്കമൂലം അത്യന്ത കഷ്ടത്തിലകപ്പെടാതെ തീരേണമേ കൃഷ്ണ മദീയ ജന്മം. അങ്ങയുടെ നാമം മരിക്കുന്ന സമയം വരെ, അവസാനത്തെ ശ്വാസത്തിലുണ്ട് അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അടിയനെ അങ്ങയുടെ പാദത്തിലേക്ക് ചേർക്കണേ എന്നാണ് പറയുന്നത്. നമുക്കും അതുമാത്രമാണ് പറയാനുള്ളത്. ഈ ഭാരതത്തിൽ ധാരാളം പർവ്വതങ്ങളും നദികളും ഉണ്ട്. പ്രധാന പർവ്വതങ്ങൾ മലയ പർവ്വതം, അതുപോലെ മംഗളപ്രസ്ഥം, പിന്നീട് മൈനാകം ആണ് സമുദ്രത്തെ പോയി ഒളിച്ചത്. ത്രികൂടം, ഋഷഭം, കൂടകം, കൊല്ലകം, സഖ്യം, മഹേന്ദ്രം, ദേവഗിരി, ഋഷമുഖം, ശ്രീശൈലം, വെങ്കടം, തീർന്നിട്ടില്ല, വാരിധാരം, വിന്ധ്യൻ, ശുക്തിമാൻ, ഋക്ഷഗിരി, പാരിയാത്രം, ദ്രോണപർവ്വതം, ചിത്രകൂടപർവ്വതം, ഗോവർദ്ധന പർവ്വതം, രൈവതം, കകുഭപർവ്വതം, നീലപർവ്വതം, ഇന്ദ്രകീലപർവ്വതം, ഗൗരമുഖം, കാമഗിരി എന്നിവയാണ് അവ. പ്രധാന നദികളാവട്ടെ ചന്ദ്രവാര, താമ്രപർണി, കൃതമാല, വഡോദക, കാവേരി, വൈഹായസി, വേണി, ഭീമരതി, ഗോദാവരി, നിർവിന്ധ്യ, പയോഷ്ണി, താപി, രേവ, സുരസ, നർമ്മദ, ചർമ്മൺനദി, സിന്ധു, അതുപോലെ അന്തം, ശോണം, മഹാനദി, വേദസ്മൃതി, ഋഷികുല്യ, ത്രിസാമ, കൗശികി, മന്ദാകിനി നദികളുടെ പേരാണ് വർണ്ണിക്കുന്നത്, ഓർമ്മിക്കണം. യമുന, സരസ്വതി, ഋഷവതി, സരയു, ഗോമതി, രോധവതി, സപ്തവതി, സുഷോമ, ശതദ്രു, ചന്ദ്രഭാഗ, മരുദ്രുധ, വിദഗ്ധ, അസിക്നി, വിശ്വ എന്നിവയാണ് പ്രധാന നദികൾ എന്ന് പറയുന്നു. ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് സത്വരജസ് തമോ ഗുണങ്ങളുടെ ഫലമായി ദേവലോകം, മനുഷ്യലോകം, നരകലോകം എന്നിവ ലഭിക്കുന്നു. ഓരോരാളുടെ കർമ്മത്തിനനുസരിച്ച് അങ്ങനെ ലഭിക്കുന്നു.
നിഷ്കാമമായി ഭജിക്കുന്നവർക്ക് മോക്ഷവും ലഭിക്കുന്നു. സത്സംഗം കൊണ്ടേ ഭക്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. മഹാപുരുഷന്മാരോടുള്ള സത്സംഗം ഭാരതത്തിൽ സുലഭമാണ്. ഇഷ്ടം പോലെ മഹാപുരുഷന്മാരുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഭാരതഭൂമിയുടെ മാഹാത്മ്യം ദേവന്മാർ ഇപ്രകാരമാണ് പറയുന്നത്. ഭഗവാന്റെ ഗീതകളും കഥകളും ധാരാളം കേൾക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ഭാരതം. ഭാരതത്തിൽ ജന്മം കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഒരു പുൽക്കൊടിയായെങ്കിലും ജനിക്കുവാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു. ഭഗവാനെ ആരാധിക്കുവാനുള്ള ജന്മം കിട്ടിയിട്ടും മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ വേടന്റെ വലയിൽപ്പെട്ട പക്ഷി വീണ്ടും വീണ്ടും അതേ സ്ഥാനത്ത് ചെന്ന ബന്ധനത്തിൽ പെടാനിടയുള്ളത് പോലെയാണ്. ഭാരതത്തിൽ പിറന്നിട്ടെന്താ കാര്യം? മായാബദ്ധരായി കഴിയുന്നവർക്ക് ഭാരതത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സാരം. ഭാരതഭൂമിയിലെ മനുഷ്യൻ യജ്ഞങ്ങൾ മന്ത്രങ്ങളോട് ഉച്ചരിച്ച് പല ദേവകൾക്കും ഹവിസ്സർപ്പിക്കുമ്പോൾ പരിപൂർണനും സർവാഭിഷ്ടപ്രദനുമായ ഭഗവാൻ ആ ഹവിസിനെ സ്വീകരിക്കുന്നു. സകാമനായ ഭക്തന് ഭഗവാൻ ചോദിച്ചതിന് മാത്രം കൊടുക്കുന്നു. എന്നാൽ ഒരു കാമനയും ഇല്ലാതെ ഭജിക്കുന്ന ഭക്തന് ഭഗവാൻ ഭക്തിയെയും കൊടുക്കുന്നു. മാത്രമല്ല തന്നെ കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്ത് വേണം? സ്വർഗാനുഭവത്തിന് ശേഷം പുണ്യം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഭാരതത്തിൽ ജനിക്കണേന്ന് നമുക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു. ഇപ്രകാരം ദേവന്മാരും ഋഷീശ്വരന്മാരും ഭാരതത്തിന്റെ മാഹാത്മ്യം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ജംബുദ്വീപിന് ഉപദ്വീപുകളായി 8 എണ്ണമുണ്ട്. സകരപുത്രന്മാർ പണ്ട് ആകാശത്തെ അന്വേഷിച്ച് നടന്നില്ലേ? ആ സമയത്ത് ഭൂമിയുടെ ചുറ്റും കുഴിച്ചിരുന്നു. അങ്ങനെയാണ് എവിടെയാണ് ഈ ആകാശമുള്ളത് എന്ന് അറിയാൻ വേണ്ടി കുഴിച്ചു പോയി അവര്. അങ്ങനെയാണ് 8 ദ്വീപുകൾ ഉണ്ടായത്. സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്ലം, ആവർത്തനം, രമണകം, മന്ദഹരിണം. ഈ രമണകത്തിലാണ് നാഗങ്ങള് വസിക്കുന്നത്. പാഞ്ചജന്യം, സിംഹളം, ലങ്ക എന്നിങ്ങനെയാണ് ആ ദ്വീപുകളുടെ പേര്. നാരദാ, ഉപദ്വീപുകളെ പറ്റി ഞാൻ പറഞ്ഞു തന്നില്ലേ? പിന്നെ പ്ലക്ഷാദികളായ ദ്വീപുകളെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരാം. ചോദിക്കുകയുമുണ്ട്, ഒരിക്കൽ ചോദിക്കുകയുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കും. ദേവർഷേ, ഇനി പ്ലക്ഷാദി ദ്വീപുകളുടെ വിസ്താരവും കിടപ്പും പറഞ്ഞു തരാട്ടോ. ജംബുദ്വീപിന്റെ വിസ്താരം 1,00,000 യോജനയാണ്. അതിനു ചുറ്റുമുള്ള ഉപ്പു സമുദ്രത്തിനും അതേ വലിപ്പമാണ്. ജംബുദ്വീപിനേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ട് പ്ലക്ഷദ്വീപിന്. പ്ലക്ഷം എന്ന പേരുള്ള ഒരു വലിയ വൃക്ഷം അവിടെ ഉള്ളത് കൊണ്ടാണ് പ്ലക്ഷദ്വീപ് എന്ന പേര് വന്നത്. ഈ വൃക്ഷം സ്വർണ്ണ നിറമാണ്. 7 ജ്വാലകളോടുകൂടി അഗ്നി ഈ വൃക്ഷത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് ഇതിന് സ്വർണ്ണ നിറം കിട്ടിയത്. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതന്റെ മകനായ ധുമജിഹ്വനാണ്. അദ്ദേഹം ആ ദ്വീപിനെ 7ആയി ഭാഗിച്ചു. എന്നിട്ട് തന്റെ 7 മക്കൾക്കും കൊടുത്തു. ഒരു പക്ഷഭേദമില്ലാതെ കൊടുത്തു. മക്കളുടെ പേര് തന്നെയാണ് ദ്വീപുകൾക്കും. മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ച് ധുമജിഹ്വൻ ആത്മയോഗത്തെ സ്വീകരിച്ച് ദേഹം ധരിച്ച് ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അങ്ങനെയാണ് വേണ്ടത്. ഈ ലക്ഷദ്വീപിലെ വർഷങ്ങളുടെ പേര് ഇപ്രകാരമാണ്: ശിവം, യവസം, സുഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം. ഇവിടെ നദികളും പർവ്വതങ്ങളും 7 തന്നെ, രണ്ടും തുല്യമായിട്ടുണ്ട്. മണികൂടം, വജ്രകൂടം, ഇന്ദ്രസേനം, ജ്യോതിഷ്മാൻ, ഹിരണ്യഷ്ഠീവം, മേഘമാല, സുവർണം എന്നിവയാണ് പർവ്വതങ്ങൾ. നദികളാകട്ടെ അരുണ, ബ്രഹ്മണ, ആംഗീരസി, സാവിത്രി, സുപ്രഭാത, ഋതംഭര, സത്യംഭര എന്നിവയാണ് നദികൾ. ഈ നദികളിൽ സ്നാനം ചെയ്യുന്ന നാട്ടുകാർ രജോ ഗുണവും തമോ ഗുണവും നശിച്ച സത്വഗുണപ്രധാനികളാണ്. അവർക്ക് വേറെ ഒന്നും ഭാവം ഉണ്ടാവില്ല. രജോ ഗുണം ഉണ്ടാവില്ല, തമോ ഗുണം ഉണ്ടാവില്ല, സത്വഗുണപ്രധാനികളാണ് അവര്. ഇവിടെ 4 വർണ്ണങ്ങളുണ്ട്: ഹംസൻ, പതങ്കൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നിങ്ങനെയാണ് അവരെ പറയുന്നത്. അവര് സഹസ്ര സംവത്സരം ജീവിക്കുന്നവരും സുന്ദരന്മാരുമാണ്. 1000 വർഷം ജീവിക്കുകയും ചെയ്യും. അങ്ങനെ ആത്മജ്ഞാനമുള്ളവരും വെറും ബുദ്ധികളല്ല. അവർ വേദമന്ത്രങ്ങളാൽ സൂര്യദേവനെയാണ് ആരാധിച്ചു പോകുന്നത്. അവർ ഈ മന്ത്രം കൊണ്ട് ഭഗവാനെ ആരാധിച്ചു പോകുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പരമപുരുഷൻ ഭഗവാൻ വിഷ്ണു തന്നെയാണ്.
എല്ലാ കർമ്മങ്ങളുടെയും വേദങ്ങളുടെയും അധിഷ്ഠാന ദേവതയാണ് സൂര്യദേവൻ. ആ ദേവനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വൃക്ഷാദികളായ 5 ദ്വീപിലുമുള്ളവർ തേജസ്, ഓജസ്, ആയുസ്, ബലം, ബുദ്ധി എന്നീ ഗുണങ്ങളോട് കൂടിയവരാണ്. ശാൽമല 4,00,000 യോജന വിസ്താരമുള്ളതാണെന്ന് പറഞ്ഞില്ലേ. അതിനെ ചുറ്റി ഒഴുകുന്ന സുരോധ സമുദ്രവും അത്ര തന്നെ വലിപ്പമുള്ളതാണ്. ശാൽമലത്തിൽ ഇലവം എന്നൊരു വൃക്ഷമുണ്ട്. അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഛന്തസ്സുകളാ നായലകളിൽ നിന്ന് ഉണ്ടാവുക. സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കുന്നതിനാൽ ഗരുഡൻ ഈ വൃക്ഷത്തിൽ താമസിക്കുന്നു. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതപുത്രനായ യജ്ഞബാഹുവാണ്. അദ്ദേഹവും തന്റെ ദ്വീപ് 7 മക്കൾക്കായി ഭാഗിച്ചു കൊടുത്തു. അതിനുശേഷം വനാന്തരത്തിലേക്ക് തപസ്സിനായി അദ്ദേഹവും പോയി തപസ്സിന്. ആ ദ്വീപുകളുടെ പേരും പുത്രന്മാരുടെ പേരും ഒന്ന് തന്നെ. ആ ദ്വീപുകളുടെ പേര് സുരോചനൻ, സൗമനസ്യം, രമണകം, ദേവവർഷം, പാരിഭദ്രം, അപ്യായനം, അവിജ്ഞാതം എന്നിവയാണ്. ഇവിടെയും പർവ്വതങ്ങളും നദികളും 7 തന്നെയാണ്. പർവ്വതങ്ങളുടെ പേര് ശതശൃംഗം, സരസം. നമ്മുടെ മഹാഭാരതത്തിൽ ശതശൃംഗത്തിനെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഇവിടെയും പർവ്വതങ്ങളും നദികളും 7 തന്നെ. പർവ്വതങ്ങളുടെ പേരാണ് ഇപ്പൊ പറയുന്നത്. ശതശൃംഗം, സരസം, കന്ദകം, വാമദേവം, പുഷ്പവർഷം, കുമുദം, സഹസ്രശ്രുതി എന്നിവയാണ്. നദികളാവട്ടെ നന്ദ, രാഗ, അനുമതി, സിനീവാലി, സരസ്വതി, കുഹു, രജനി എന്നിവയാണ് നദികൾ. ആ വർഷത്തിൽ വസിക്കുന്നവർ വർഷവന്മാർ, ശ്രുതധരൻ, വസുന്ധരർ, ഇഷന്ധരർ എന്നീ പ്രകാരമാണ് അവിടെയുള്ള അവരുടെ പേര്. വേദസ്വരൂപനും ഭഗവാനുമായ ചന്ദ്രനെ വേദമന്ത്രങ്ങളാൽ പൂജിക്കുന്നവിടെ. മന്ത്രം കറുത്ത പക്ഷത്തിൽ പിതൃക്കൾക്കും വെളുത്ത പക്ഷത്തിൽ ദേവന്മാർക്കും സകല പ്രജകൾക്കും അന്നം വിഭജിച്ചു കൊടുക്കുന്ന ചന്ദ്രൻ ഞങ്ങൾക്ക് മംഗളം തരട്ടെ എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം. ഇപ്രകാരം സുരാസമുദ്രം കഴിഞ്ഞാൽ അതിന്റെ ബഹിർഭാഗത്ത് 8,00,000 യോജന വിസ്താരമുള്ള കുശദ്വീപാണ്. ഈ ദ്വീപിനെ ചുറ്റി അത്ര തന്നെ വിസ്താരമുള്ള ഘൃതസമുദ്രം ഒഴുകുന്നു. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതന്റെ പുത്രനായ ഹിരണ്യരേതസ്സാണ്. ഈ ദ്വീപുകളുടെ പേര് വസുദാനൻ, ദൃഢരുചി, നാഭീയമുക്തൻ, വിവിക്തൻ, വാമദേവൻ, സ്തുത്യവ്രതൻ എന്നാണ് ദ്വീപുകളുടെ പേര്. മക്കളുടെ പേര് ഇത് തന്നെ. അവരങ്ങനെയാണ്. ഒരു ദ്വീപ് കൊടുക്കുന്ന അതാത് പേരുള്ള ആൾക്കാർക്കാ കൊടുക്കുക. അദ്ദേഹവും തന്റെ ദ്വീപ് 7 മക്കൾക്കായി വിഭജിച്ചു കൊടുത്ത് ജ്യേഷ്ഠന്മാരുടെ വഴി തിരഞ്ഞെടുത്ത് വനത്തിലേക്ക് തന്നെ അദ്ദേഹവും പോയി. കുശദ്വീപിലെ പർവ്വതങ്ങളുടെ പേര് ചതുശൃംഗം, കപിലം, ചക്രം, ചിത്രകൂടം, ദേവാനീകം, ദ്രവിണം, മൂർധരോമാവ് എന്നിവയാണ്. നദികളുടെ പേരാവട്ടെ ദേവഗർഭ, മിത്രവിന്ദ, ശ്രുതവിന്ദ, രസകുല്യ, മധുകുല്യ, മന്ദമാല, ഘൃതച്യുത എന്നിവയാണ്. ഈ നദികളുടെ സമ്പർക്കം കൊണ്ട് പരിശുദ്ധരായവരാണ് കുശലൻ, കോവിദൻ, പുളകൻ, അഭ്യുക്തൻ തുടങ്ങിയ ജാതിക്കാർ. ഒരു ജാതിക്കാരുടെ പേരാണ് അത് പറയുന്നത്. ദേവന്മാർക്ക് തുല്യരും സർവജ്ഞരുമായ അവർ അഗ്നിസ്വരൂപനായ ഭഗവാനെ സേവിക്കുന്നത്. അവരുടെ സ്തുതി ഏത് പ്രകാരം എന്ന് വെച്ചാൽ, ഓം അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ഹവ്യപാടാകുന്നു. പരമപുരുഷന്റെ അംശഭൂതന്മാരായ ദേവകൾക്ക് ഞങ്ങൾ ഹവിസ് അർപ്പിക്കുമ്പോൾ ആ ഹവ്യത്തെ കൊണ്ട് പരമപുരുഷനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള മന്ത്രം കൊണ്ട് അവരെ പൂജിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ലക്ഷദ്വീപ വർണ്ണനം എന്നുള്ള 12-ാം അധ്യായം ഭഗവത് പാദങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.